ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. തിരുകേശം കൊണ്ട് ബർക്കത്തെടുക്കുക എന്നതും രോഗശമനത്തിന് ആ കേശമിട്ട വെള്ളം ഉപയോഗിക്കുക എന്നതും സ്വഹാബിമാരുടെ ചര്യയാണ്. തിരുനബിയുടെ ആസാറ്, അവിടുത്തെ ഷാറു മുബാറക്ക് ഇട്ട വെള്ളം അവർ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. തിരുനബി തന്നെ അവർക്കത് സൂക്ഷിച്ചെടുത്തു വെക്കാൻ വേണ്ടി വിതരണം ചെയ്തിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും കാണാം. സ്വഹീഹ് മുസ്ലിമിന്റെ ഒരു ഹദീസാണ് ഞാൻ ഇപ്പോൾ ആദ്യം പറയുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മാ റമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജംറ വനഹറ നുസ്ക വഹലക നാവല ഹാലിക ശിഖഹുൽ അയ്മൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹജ്ജിന് വന്നപ്പോൾ ജംറക്ക് എറിഞ്ഞു, അറവ് നടത്തി, പിന്നീട് മുടി കളയാൻ സമയത്ത് വലത് ഭാഗം മുടി കളയുന്ന ആൾക്ക് കാണിച്ചു കൊടുക്കുകയും അയാൾ മുടി കളയുകയും ചെയ്തു. അങ്ങനെ വലത് ഭാഗം അബാ തുൽഹത്തുൽ അൻസാരി, എന്നിട്ട് അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് മുടി അവർക്ക് നൽകി. നാവലഹു അശ്ശിഖൽ ഐസർ, പിന്നെ ഇടത് ഭാഗം നബി തങ്ങൾ കാണിച്ചു കൊടുത്തു. ഫഖാല ഇഹ്ലിക്, കളയൂ എന്ന് പറഞ്ഞു. ഫഹലഖഹു ഫഅതാഹു അബാ തുൽഹ, അതും അബൂ തുൽഹക്ക് നൽകി. എന്നിട്ട് എന്താ പറഞ്ഞത്? കൊണ്ടേ കുഴിച്ചിട്ടൊന്നാ. ഫഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഇഖ്സിംഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അത് വിതരണം ചെയ്യൂ. അപ്പൊ ഷഹ്റു മുബാറക്ക് ആളുകൾക്ക് ബർക്കത്തെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിതരണം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു എന്ന് ഈ ഹദീസ് വളരെ വ്യക്തമാണ്. എന്നാൽ ഇങ്ങനെ നബി തങ്ങൾ അത് ഓരോരുത്തർക്കും ഓരോരോ ഷഹറുകളെ വിതരണം ചെയ്യാൻ കൽപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നിട്ട് സ്വഹാബിമാർ എന്താണ് അത് കൊണ്ട് ചെയ്തത്? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബ്ദില്ല എന്നവർ പറയുന്നു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, അർസലനി അഹ്ലി ഇലാ ഉമ്മി സലമ, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ ഉസ്മാൻ പറയാണ്, ഉമ്മു സലമ ബീവിയിലേക്ക് അയച്ചു. സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ ബീവിയുടെ അരികിലേക്ക് എൻ്റെ ഭർത്താവ് എന്നെ അയച്ചു. ബി ഖദ്ഹിം മിൻ മാ, വെള്ളത്തിൻ്റെ ഒരു പാത്രവുമായി. ഉമ്മു സലമ ബീവിയുടെ അരികില് എന്താ ഉള്ളത്? ഉമ്മു സലമ ബീവിയുടെ അരികില് ഒരു പാത്രത്തില് ഫീഹി ഷാറും മിൻ ഷാരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറു മുബാറക്കിൽപ്പെട്ട ഒരു ഷാറു മുബാറക്കുണ്ട്. അവരായി എടുത്തു വച്ചിട്ടാണ്. എന്തിനാണ്? വക്കാന ഇദാ അസാബൽ ഇൻസാന ഐനുൻ ഔ ശൈഉൻ, കണ്ണേറോ മറ്റു രോഗങ്ങളോ ഉണ്ടായാൽ ബഅസ ഇലൈഹാ മിഖ്ലബഹു, അവരിലേക്ക് പാത്രം കൊടുത്തേക്കും. അങ്ങനെ ഫത്തലഅതു ഫിൽ ജുൽജുലി ഫറഅയ്തു ശാറാത്തിൻ ഹുമുറാ, ഫത്തലഅതു ഫിൽ ജുൽജുലി, അവരുടെ ആ പാത്രത്തിലേക്ക് ഞാനിങ്ങനെ എത്തി നോക്കിയപ്പോൾ ചുവപ്പ് കളറുള്ള ഷാറുകൾ, തിരുകേശങ്ങൾ ഞാൻ കണ്ടു. അപ്പോ കണ്ണേറ് ബാധിച്ചാലും രോഗങ്ങൾ ബാധിച്ചാലും സ്വഹാബി സ്ത്രീകൾ അതുപോലെ പുരുഷന്മാർ ഷാറു മുബാറക്കിട്ട വെള്ളം കുടിക്കാറുണ്ടായിരുന്നു എന്ന് വ്യക്തമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെ വിവരിച്ച് ഇബ്നു ഹജറിൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹ് ബുഖാരിയുടെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥം ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു, വൽ മുറാദു അന്നഹു കാന മനിസ്തക, രോഗങ്ങളുള്ള സമയത്ത് അർസല ഇനാഅൻ ഇലാ ഉമ്മി സലമ, ഉമ്മു സലമയിലേക്ക്, അവിടുത്തെ ഭാര്യ മുത്തുനബിയുടെ ഭാര്യയിലേക്ക് പാത്രം കൊടുത്തേക്കും. ഫതജാലു ഫീഹി തിൽക ഷാറാത്തി, ഉമ്മു സലമയുടെ കയ്യിലുള്ള ആ ഷാർ മുബാറക്കുകൾ ആ പാത്രത്തിലിട്ടിട്ട് വതഗ്സിലുഹാ ഫീഹി, അതിൽ വെള്ളത്തിൽ ഇട്ടിട്ട് വതുഈദുഹു, അത് തിരിച്ച് എടുക്കും. ഫയശ്റബുഹു സാഹിബുൽ ഇനാഇ ഔ യഗ്തസിലു ബിഹി, എന്നിട്ട് ആ പാത്രമായി വന്ന ആള് അത് കുടിക്കുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് കുളിക്കുകയോ ചെയ്യും.
ഇസ്തിശ്ഫാഅൻ ബിഹാ, ഷഅർ മുബാറക് ഇട്ട വെള്ളം കൊണ്ട് രോഗശമനം തേടും. ഫതഹ്സുലു ലഹു ബറകതുഹാ, അതിന്റെ ബറക്കത്ത് ആ കുടിച്ചവൻക്ക് കഴുകിയ അതുകൊണ്ട് കുളിച്ചവൻക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ സ്വഹാബികൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ലോക പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ബറക്കത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യമല്ല, അത് അഭൗതികമായ കാര്യമാണ്. അവിടുത്തെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. അതുപോലെ ഔലിയാക്കളുടെ കറാമത്തിന്റെ ഭാഗമായും ഉണ്ടാകും. അഭൗതികമായ നിലക്ക് സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അവര് അതിനുവേണ്ടി തേടുകയാണ്, അപേക്ഷിക്കുകയാണ്, അതിൻ്റെ അടുത്തേക്ക് വരികയാണ്, അത് ഉപയോഗിക്കുകയാണ്. അത് രോഗശമനം ലഭിക്കുകയാണ്. ഇവിടെ ആവേശം സ്വീകരിക്കലൊന്നല്ല, മറിച്ച് രോഗശമനം ലഭിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.